ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ ആത്ത എന്നാണ് വിളിക്കാറ്. പിന്നെ ഞാൻ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ പിന്നെ ആത്താനെ കാണാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളെ 3 ഒരുക്കിങ്ങാണ്ട് പോവുക. ഒന്നിനെ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, 2 അതാ കയ്യും പിടിച്ച് നടക്കുന്നുണ്ട്. കാണുന്ന പോലെയൊന്നല്ല, പോയി തിരിച്ചു വന്നേരാണ് അതിൻ്റെ ടാസ്ക് മനസ്സിലായത്. എമിലൂന് പോയി നോക്കുമ്പോൾ എമിലൂന് ബസ്സിൽ ഈ മുന്നിലെ സീറ്റില്ലേ, ആ പെട്ടി സീറ്റ് ഡ്രൈവറെ ഇപ്പുറത്തല്ല, അവിടെ തന്നെ ഇരിക്കണം. എനിക്ക് എപ്പോഴും അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കാൻ വേണ്ടി കരച്ചിലായിരുന്നു. ഓട്ടോയിൽ കയറിയാൽ ഓട്ടോൻ്റെ സൈഡിലിരിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തി. 2 ബസ് കയറി അവിടെ എത്തി. ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇവരെ പ്രശ്നം തീർക്കാൻ തന്നെയായിരുന്നു നേരം. അവിടെ എത്തി കാത്ത ടാങ്കൊക്കെ കലക്കി തന്നു. അതൊക്കെ കുടിച്ചിരിക്കുകയാണ്. പിന്നെ കുട്ടികൾ എല്ലാം നട്ടാത്ത മുട്ടായിയും ബിസ്ക്കറ്റും അതും ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ. പണ്ടേ അങ്ങനെയാണ്, ഞങ്ങൾ പോകുമ്പോൾ അത്തൊക്കെ എന്താ തരേണ്ടതെന്ന് തരില്ല. ഞങ്ങൾ ചെറുതായിരുന്നു, ഞങ്ങൾ കുട്ടിയായിരുന്നേരം അങ്ങനെ തന്നെ. ഞങ്ങളെ കാണാൻ വരുമ്പോൾ കൈ നിറച്ച് മിഠായിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളെ കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആത്താൻ്റെ കൈൻ്റെ അസുഖം പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. ഭയങ്കര വേദനയാണ്, കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ മോളാണ് ഒക്കെ എടുക്കൽ അവിടെ. അപ്പോൾ ഇത്താത്തയാണ് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചത്. പിന്നെ പയമ്പൂരിയൊക്കെ അതിൻ്റെ ഇടയിൽ തിന്നിട്ടുണ്ട്. ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. എമിലൂസ് ഉറങ്ങി. രാത്രി ഒരു 6 മണിക്ക് കഴിഞ്ഞു. അവന് ഉച്ചക്ക് ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ അവൻ ഉറങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ വീടെത്താനായാലും അവനെ വിളിച്ചു. അവൻ എണീച്ചു. ലേസ് കഴിച്ചിട്ടാട്ടോ ഉറങ്ങിയത്. അതിൻ്റെ ഇടയിലുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ വീട്ടിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. അങ്ങനെ വീട്ടിലെത്തി. ഇനി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. പിന്നെ ബായ്.